ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രാർത്ഥന ഒരു മനുഷ്യ സ്ത്രീയായി മാറും. അറിയാമല്ലോ, പ്രാർത്ഥന ഒരു മത്സ്യകന്യക മാത്രമല്ല, നാഗകന്യക കൂടിയാണ്. ഏതൊരു മത്സ്യനാഗിനിയാണോ മനുഷ്യനുമായി ഒരുമിക്കുന്നത്, അവൾ ഒരു സാധാരണ പെണ്ണായി മാറും. അങ്ങനെ സംഭവിച്ചാൽ അവൾക്ക് പിന്നെ ഇന്ദ്രനീലത്തെ സ്പർശിക്കാനാകില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ ആ വിവാഹം മുടക്കണം. അല്ലെങ്കിൽ ആ വിവാഹത്തിന് മുമ്പ് പ്രാർത്ഥനയെ കൊണ്ട് ആ ഇന്ദ്രനീലം അവിടെ നിന്നും എടുപ്പിക്കണം. പിന്നീട് അവളുടെ വിവാഹം കഴിഞ്ഞാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അവളുടെ ശക്തിയും നശിക്കും. പിന്നീട് അവൾക്ക് നമ്മളോട് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. അവളെ നമുക്ക് നിഷ്പ്രയാസം ആവശ്യാനുസരണം കൊല്ലാം. അന്നേരം വിഷ്ണുപ്രിയ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ പ്ലാൻ ബി ആണ് നല്ലത്. അവളെ കൊണ്ട് ഇന്ദ്രനീലം എടുപ്പിച്ച് തന്ത്രപൂർവ്വം കൈക്കലാക്കണം. അതിന് എനിക്കും നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമായുണ്ട്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൂടെ നിൽക്കില്ലേ? നിൽക്കും. അതെ, ഞങ്ങൾ ഉണ്ടാകും നിന്റെ കൂടെ. പണ്ടൊരിക്കൽ ആ പ്രഥ ഋഷിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മത്സ്യലോകത്ത് നിന്നും ഇന്ദ്രനീലവുമായി എടുത്തു പോയപ്പോൾ ഞാനുമായി ഒന്ന് ഏറ്റുമുട്ടിയതാ. അന്ന് അവൾ എന്നെ അടിച്ചു വീഴ്ത്തിയത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നോക്കിക്കോ, അതിന് പകരം വീട്ടിയിരിക്കും ഞാൻ. വിഷ്ണുപ്രിയ അന്നേരം പാഞ്ചാലിയോടും സുവർണയോടും തന്റെ പ്ലാൻ പറഞ്ഞു. നാളെ ഞാൻ ഇന്ദ്രനീലത്തിന് ആപത്തുണ്ടെന്ന് പറഞ്ഞ് അവളെ ആ അമ്പലത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ദ്രനീലം എടുക്കുന്ന സമയം നിങ്ങളത് പിടിച്ചു വാങ്ങണം. എന്നിട്ട് രക്ഷപ്പെടണം. അപ്പൊ പ്ലാൻ മനസ്സിലായല്ലോ? ബാക്കിയെല്ലാം വഴിയെ അറിയിക്കാം. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ ഗുഹയുടെ പുറത്തേക്ക് വന്നു. ഓ, പിന്നെ നാളെ നിങ്ങൾക്ക് ഇന്ദ്രനീലം എടുത്തു തരാനല്ലേ വർഷം ഇത്രയും ഞാൻ തപസ്സിരുന്നത്. നാളെ നടക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. ഇന്ദ്രനീലത്തിന് ആപത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയെ അവിടെ കൂട്ടിക്കൊണ്ടുവരും. സുവർണയെ ഞാൻ ഋഷിയുടെ രൂപത്തിൽ നിർത്തി അവളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ സുവർണയെ പ്രാർത്ഥന അങ്ങ് കൊല്ലും. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ഇന്ദ്രനീലം വാങ്ങി അവളെ തിരികെ മണ്ഡപത്തിലേക്ക് അയക്കും. വിവാഹത്തിന്റെ ആ തിരക്കിൽ ഇന്ദ്രനീലം എനിക്ക് സ്വന്തമാകുന്നത് നീ അറിയില്ല പ്രാർത്ഥന. പക്ഷേ നിന്റെ ശക്തികളും അന്നേരം സ്വയം ക്ഷയിക്കും. ഇതാണ് എന്റെ റിയൽ പ്ലാൻ. അങ്ങനെ അന്നത്തെ ദിവസം അസ്തമിച്ചു. അതിരാവിലെ തന്നെ പ്രീതി തിരുവനന്തപുരത്തെത്തി. ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ താൻ അണിഞ്ഞിരിക്കുന്ന അതേ ചുരിദാർ വേഷത്തിൽ 5 മിനിറ്റ് ഇടവിട്ടിടവിട്ട് പ്രാർത്ഥനയും പ്രീതിയും ഗുജറാൾ വീട്ടിൽ കയറി. ആരും സംശയിച്ചില്ല. രണ്ടുപേരും ഒരേ ഡ്രസ്സ് ആയതുകൊണ്ട് ആരും വലിയ കാര്യമായി അവരെ ശ്രദ്ധിച്ചതേയില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയാണെന്ന് കരുതി പ്രഥ സംസാരിക്കുന്നത് പ്രീതിയോടായിരിക്കും. കല്യാണത്തിന്റെ സമയമാവാറായി. അന്നേരം അങ്ങനെ പ്രാർത്ഥന ഗുജറാൾ വീടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയം പ്രഥ ഒരു കല്യാണ പുടവയുമായി പ്രീതിയുടെ അടുത്തെത്തി. മോളെ പ്രാർത്ഥന, നീ ഈ വേഷം ധരിച്ചു നിൽക്ക്. ഇത്രയും പറഞ്ഞ് പ്രഥ വിവാഹ വസ്ത്രം പ്രീതിക്ക് നേരെ നീട്ടി. അന്നേരം പ്രീതി പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതെ അമ്മേ, ഞാൻ. അപ്പോൾ പ്രഥ പറഞ്ഞു, എന്താ സമയം എത്ര ആയിന്നാ മോളെ നിന്റെ വിചാരം? വേഗമാവട്ടെ. പ്രീതി ആ കല്യാണ പുടവ വാങ്ങി. ദീർഘസുമംഗലിയായിരിക്കാൻ കഴിയട്ടെ മോളെ. ഈ വേഷമണിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇന്ദ്രനീലത്തെ കവർന്നെടുക്കാൻ അവരെത്തിയിരിക്കുകയാണ്. ഗുജറാൾ വീടിന്റെ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രഘു സാറിനോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നാൽ ഇത്രയും വേഗം തന്നെ വന്നേക്കാം. കല്യാണ മണ്ഡപത്തിലുള്ളത് എന്റെ പ്രാർത്ഥനയാണോ?